പെൺകുട്ടികളെ, നിങ്ങളൊന്നും എവിടെയും ആരുടെ വീട്ടിലും പോയി നിന്ന് അടിമപ്പണി എടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികള് ഭർത്താവിന്റെ വീട്ടിൽ മാത്രമേ നിൽക്കാവുള്ളൂ എന്നുണ്ടോ? ഭർത്താവിന്റെ അമ്മയുടെയും അച്ഛന്റെയും പെങ്ങയുടെയും മുള്ളേ തറച്ച ബന്ധത്തിലുള്ള ആളുകളുടെ വരെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ പറയുന്നത് കേട്ട് അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടാക്കി കഴിക്കുന്നത് പോയിട്ട് സ്വന്തം ഇഷ്ടത്തിന് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു വീട്ടില് നമുക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ മോനാണ്, എന്റെ ആങ്ങളെയാണെന്ന് ദിവസവും തർക്കിച്ച് തെളിയിക്കാൻ നോക്കുന്നവർക്കിടയിൽ ഈ പറയുന്ന ആള് നിങ്ങളുടെ ഭർത്താവ് കൂടിയാണെന്ന് തെളിയിച്ച് ദിവസവും ഇങ്ങനെ മെന്റലി ഫിസിക്കലി ഡൗൺ ആവേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവുമായിട്ട് കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ ഒരു വീടെടുത്ത് മാറി താമസിക്കുക. അതിപ്പോ ഒറ്റ മോനാണെങ്കിലും എത്ര മക്കളുണ്ടെങ്കിലും അപ്പൊ തന്നെ ഫാമിലി ലൈഫിലെ ഒരു 3/4 പ്രശ്നങ്ങളും അവസാനിക്കും. ഭർത്താവിന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നിന്ന് വഴക്കുണ്ടാക്കുന്നേക്കാൾ നല്ലത് വല്ലപ്പോഴും പോയി ചെന്ന് കണ്ട് അവിടെ 2 ദിവസം നിന്ന് തിരിച്ചു വരുന്നതാണേ. അതാവുമ്പോ കേട്ടിട്ടില്ലേ, വല്ലപ്പോഴും കാണുമ്പോ സ്നേഹം കൂടും. ഞാൻ കല്യാണം കഴിച്ച സമയത്ത് എന്റെ ഒരേ ഒരു ആവശ്യം ഇത് മാത്രമായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് വേറൊരു വീടെടുത്ത് താമസിക്കും. അതിന് കാരണം ലൈഫിൽ ഇനി ഒരിക്കൽ കൂടെ മെന്റൽ ട്രോമാസോ ഇമോഷണൽ ട്രോമാസോ ഒന്നും ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യായിരുന്നു. അതായത് ലൈഫ് വെച്ച് ഇനി ഒന്നുകൂടെ റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. എന്റെ ഹസ്ബൻഡ് അതിന് സമ്മതിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സോക്കോൾ പോരുകളൊന്നും എന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ ഇൻബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നൊരു ചോദ്യമാണ്, എന്താണ് ഹസ്ബൻഡിന്റെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി നിൽക്കാറില്ലേ, എന്താണ് അവരെ ആരെയും കാണിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളിലെ മറുപടിയാണ് ഈ ഒരു വീഡിയോ. ചിലർക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു അഹങ്കാരിയായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ സമാധാനമാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കിയവർക്ക് ഞാനൊരു അഹങ്കാരിയായിട്ട് തോന്നാൻ ഒരു സാധ്യതയില്ല. ഇങ്ങനെ നിന്നിട്ട് എന്താ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റി. അതുപോലെ ഒരു ബെറ്റർ ബോണ്ടിങ് ഞാനും എന്റെ പാർട്ട്ണറുമായിട്ടുണ്ടായി. ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന ബോണ്ടും കൂടെ ഉണ്ടായി. എന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാനും ഇഷ്ടമുള്ള സമയത്ത് വീട്ടിൽ വരാനും അതുപോലെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ഇഷ്ടമുള്ള സമയത്ത് കിടന്നുറങ്ങാനും ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കാനും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടേതായ രീതിക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഭാര്യ ഭർത്താവ് സ്നേഹിക്കുമ്പോഴോ ഭർത്താവിന്റെ ഭാര്യ സ്നേഹിക്കുമ്പോഴോ കുശുമ്പ് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നാത്തൂനോ അമ്മായിയമ്മയോ ഇല്ലാന്നുള്ളത് എനിക്കിവിടെ വലിയ പ്ലസ് കാര്യമാണ്. സോ ഇപ്പൊ മനസ്സിലായോ എന്റെ കുട്ടികളെ, ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമാധാനം ഈസ് എവറിത്തിങ് ആൻഡ് ഐ എം വെരി ഹാപ്പി ഹിയർ. സീ യു.